ഇന്ത്യൻ ഫുട്ബോളിന്റെ മുഖ്യ പരിശീലകനായി ഖാലിദ് ജമീൽ ഔദ്യോഗികമായി ചുമതലയേറ്റു. ഏറെ അനിശ്ചിതത്വങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിലാണ് സ്പാനിഷ് പരിശീലകനായിരുന്ന ഇഗോർ സ്റ്റിമാക്കിന്റെ പിൻഗാമിയായി ഈ ഇന്ത്യക്കാരൻ പരിശീലകൻ എത്തുന്നത്. മുൻപ് താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന മാനുവൽ മാർക്കോസിൽ നിന്ന് ബാറ്റൺ ഏറ്റുവാങ്ങി. ജമീൽ ഇനി നീലക്കടുവകളെ നയിക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി 2 വർഷത്തെ കരാറിൽ ഒപ്പിട്ട ജമീൽ 2027 AFC ഏഷ്യൻ കപ്പിനുള്ള യോഗ്യതയെ ആശ്രയിച്ച് കരാർ 1 വർഷത്തേക്ക് കൂടി നീട്ടാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് ഈ നിയമനം. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പരിശീലകൻ ദേശീയ ടീമിന്റെ പ്രധാന ചുമതലക്കാരനായി എത്തുന്നത്. ഈ തീരുമാനം ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിദേശ പരിശീലകരുടെ വൻനിരയ്ക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്കും കളിക്കാരെ നന്നായി അറിയുന്ന ഒരാൾ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് നിർണായകമായൊരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ദേശീയ ടീമിന്റെ പരിശീലകനാവുക എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ജമീൽ ജംഷഡ്പൂർ FCയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. 2026 വരെ ക്ലബ്ബുമായി കരാറുണ്ടായിരുന്നിട്ടും ഡ്യൂറാൻ കപ്പ് നോക്കൌട്ട് ഘട്ടത്തിന് തൊട്ടു മുൻപ് ദേശീയ പരിശീലകനായി ചുമതലയേൽക്കാൻ അദ്ദേഹത്തിന് അനുമതി നൽകിയത് ജംഷഡ്പൂർ FCയിലെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തെയും ഇന്ത്യൻ ഫുട്ബോളിനോടുള്ള സമർപ്പണത്തെയും സൂചിപ്പിക്കുന്നു. ഈ നീക്കം ഇന്ത്യൻ ഫുട്ബോൾ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. പുതിയ പരിശീലകൻ എന്ന നിലയിൽ ഖാലിദ് ജമീലിനെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികളാണ്. 2025 തജിക്കിസ്ഥാനിൽ നടക്കുന്ന CFA നേഷൻസ് കപ്പിൽ ഇന്ത്യയെ നയിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം. ആതിഥേയരായ പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ കരുത്തരായ ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്ത്യയുടെ പ്രകടനം നിർണായകമായേക്കും. ഓഗസ്റ്റ് 15 കൊൽക്കത്തയിൽ ആരംഭിക്കുന്ന പരിശീലന ക്യാമ്പോട് കൂടിയാണ് ഈ ടൂർണമെന്റിനുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കമാകുന്നത്. ഈ ടൂർണമെന്റ് ജമീലിന്റെ തന്ത്രങ്ങളുടെയും അദ്ദേഹത്തിന്റെ ടീമിനെ സ്വാധീനിക്കാൻ എത്രത്തോളം കഴിയുമെന്നും അളക്കാനുള്ള ആദ്യ അവസരമായിരിക്കും. പുതിയ പരിശീലകന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. സമീപകാലത്ത് ഇന്ത്യയുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ കുവൈറ്റിനെതിരെയും ഖത്തറിനെതിരെയും നേരിട്ട തോൽവികൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ നിരാശയിലാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജമീൽ ഇന്ത്യൻ ടീമിന്റെ ചുമതലയേൽക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഘടനയിലും ശൈലിയിലും ഒരു പുത്തൻ ഊർജം കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹത്തിന് മുന്നിലെ ഏറ്റവും വലിയ ദൗത്യം. ഒക്ടോബറിൽ സിംഗപ്പൂരിനെതിരെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം. ഈ മത്സരം ഒരു യുഗത്തിന്റെ തുടക്കമായിരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ. ഇന്ത്യൻ ഫുട്ബോളിൽ ജമീലിന്റെ പേര് എത്തുന്നത് പുതുമയൊന്നുമല്ല. AFC പ്രോ ലൈസൻസ് നേടിയ ചുരുക്കം ചില ഇന്ത്യൻ പരിശീലകരിൽ ഒരാളാണ് അദ്ദേഹം. 200-ലധികം I-ലീഗ് മത്സരങ്ങൾ പരിശീലിപ്പിച്ച് പരിചയസമ്പത്തുള്ള ജമീലിന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം ഐസ്വാൾ FCയെ ചരിത്രത്തിലാദ്യമായി I-ലീഗ് കിരീടത്തിലേക്ക് നയിച്ചതാണ്. 2016-17 സീസണിൽ ഒരു സാധാരണ ടീമിനെ അപ്രതീക്ഷിതമായി ചാമ്പ്യന്മാരാക്കിയ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ഇപ്പോഴും ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു അത്ഭുതമാണ്. ഇതിനു പുറമെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ജംഷഡ്പൂർ FC തുടങ്ങിയ പ്രമുഖ ISL ടീമുകളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. ഈ 2 ടീമുകളെയും അവരുടെ ചരിത്രത്തിൽ ആദ്യമായി സെമിഫൈനലിലേക്ക് എത്തിക്കാൻ ജമീലിന് സാധിച്ചു. ഒരു സാധാരണ ടീമിനെ മികവുറ്റ പ്രകടനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ജമീലിനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ മറ്റു പരിശീലകരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ഐസ്വാളിലെ അദ്ദേഹത്തിന്റെ വിജയം ഒരു അട്ടിമറിയായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും നോർത്ത് ഈസ്റ്റിലും ജംഷഡ്പൂരിലും ആ വിജയം ആവർത്തിച്ചുകൊണ്ട് തന്റെ തന്ത്രങ്ങളുടെ മികവ് അദ്ദേഹം തെളിയിച്ചു. അതിനാൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി ജമീലിന്റെ കൈകളിലാണ്. വിദേശ പരിശീലകരുടെ കീഴിൽ കളിച്ചിരുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ഇനി ഒരു ഇന്ത്യൻ പരിശീലകന്റെ കീഴിൽ കളിക്കാൻ ലഭിക്കുന്ന അവസരം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ സാഹചര്യങ്ങളും കളിക്കാരുടെ മാനസികാവസ്ഥയും നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ എന്ന നിലയിൽ ജമീലിന് ടീമിനെ കൂടുതൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. യുവ കളിക്കാരെ കണ്ടെത്തുന്നതിനും വളർത്തുന്നതിനും അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു.